ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ PV അൻവറിന് രാഷ്ട്രീയ പിന്തുണയേറുന്നു. UDFന്റെ പിന്തുണയ്ക്ക് പിന്നാലെ കത്തോലിക്ക സഭയും അൻവറിന്റെ അറസ്റ്റിനെ വിമർശിച്ചു. PV അൻവറിന്റെ അറസ്റ്റ് കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളിയെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. അറസ്റ്റ് പ്രതികാര നടപടിയെന്ന് പ്രതിപക്ഷ നേതാവും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അറസ്റ്റ് രീതിയെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും അൻവർ അനുകൂല നിലപാടെടുത്തു. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ റിമാൻഡിലായ PV അൻവറിന് UDFനു പുറമെ താമരശ്ശേരി രൂപതയുടെ പിന്തുണയും. നിയമസഭ തല്ലിപ്പൊളിച്ചവരെ സംരക്ഷിക്കുന്ന സർക്കാർ സമരം ചെയ്തവരെ വേട്ടയാടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള, MLA ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള, അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഈ അൻവർ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ. പൊതു താൽപര്യത്തിനു വേണ്ടി നിന്ന ജനപ്രതിനിധിയോട് ചെയ്യേണ്ടതല്ല ഇന്നലെ ഉണ്ടായതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നോട്ടീസ് കൊടുത്താൽ വരുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സിമിലർ കാര്യങ്ങളിലൊക്കെ കേരളത്തിൽ സാധാരണ പോലീസ് എടുക്കുന്ന അതിർവരമ്പുകളൊന്നും പാലിക്കാതെ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നേരിടുന്ന തരത്തിൽ പോലീസ് സന്നദ്ധത്തോടുകൂടി വന്ന് വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ, അത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അൻവറിന്റെ അറസ്റ്റിനെതിരെ കത്തോലിക്കാ സഭയും രംഗത്തു വന്നത് ശ്രദ്ധേയമായി. കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് അറസ്റ്റെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. PV അൻവറിനെ അറസ്റ്റ് ചെയ്തത് കർഷക സമൂഹത്തോടുള്ള വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹം ഒരു സഹോദരന്റെ മരണത്തില് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഈ ആനയെ തടയാനുള്ള ഉത്തരവാദിത്വമുള്ള ഫോറസ്റ്റുകാർക്കെതിരെ കേസില്ല. ആ ആന വന്ന് കൊന്നതിനും കേസില്ല. അതിനെ പ്രതിഷേധിച്ച ഒരാൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് എന്തൊരു അന്യായമാണ്. പിണറായി വിജയൻ കേരള ഹിറ്റ്ലറെന്ന് K മുരളീധരനും കേരളത്തിൽ ഏത് അധികാര ഭ്രാന്ത് പിടിച്ച സർക്കാരാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും ആഞ്ഞടിച്ചു. PV അൻവറിന്റെ DMKയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമായ സമയത്താണ് ഈ അറസ്റ്റ് രാഷ്ട്രീയമായി അൻവറിന് നേട്ടമാകുന്നത്. 24 മലപ്പുറം.